നമ്മുടെ ഇൻഡിവിജ്വൽ സ്പോൺസർഷിപ്പ് അല്ലാതെ ഗൈസ് നമുക്ക് 20,000 രൂപയുടെ ഒരു ജയിക്കുന്ന ടീമിന് 20,000 റുപ്പീസിന്റെ പെരിഫറൽസ് മേടിക്കാൻ പറ്റുന്നത് ആ ഒരു സ്പോൺസർഷിപ്പ് നമുക്ക് ചെയ്തത് നിയോട്ടോക്കിയാണ്. നിയോട്ടോക്കി താങ്ക് യു സോ മച്ച്, മീൻസ് എ ലോട്ട്. അതുപോലെ നമ്മളെ ഫസ്റ്റ് വരുന്ന ആളുടെ PC കൊടുക്കുന്നതും ആ PC ബിൽഡ് ചെയ്യുന്നതും നിയോട്ടോക്കി എന്നാണ്. അതിന്റെ പേയ്മെന്റ് നമ്മൾ കൊടുത്താണ് ബിൽഡ് ചെയ്യുന്നത്. അത് സ്പോൺസർഷിപ്പ് അല്ല. അത് നമ്മുടെ ഒരു വ്യൂവർ ആയിട്ടുള്ള ഒരാള് ജയിക്കുന്ന ടീമിന് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടി നിയോട്ടോക്കിയക്കാരെ ഏൽപ്പിച്ചേക്കുവാണ്. അവരാ PC ബിൽഡ് ചെയ്ത് ഹാൻഡ് ഓവർ ചെയ്യും. അപ്പോൾ ബാക്കി നമുക്ക് നോക്കാം. പോയിന്റ് ടേബിൾ വന്നോ? നോക്കി നോക്കടാ. പോയിന്റ് ടേബിൾ വന്നോ? ഇല്ല അത് റിഫ്രഷ് ആവുന്നേ ഉള്ളൂ. ആയിട്ടില്ല. ഞാൻ എന്റെ അക്കൗണ്ട് സൈൻ ഇൻ ആയിരുന്നു, സൈൻ ഔട്ട് ആയി ഓട്ടോമാറ്റിക്കലി. അത് ട്രാഫിക് വന്നപ്പോ എന്റെ ആയിരുന്നു, ഞാൻ പിന്നെ സൈൻ ഇൻ ചെയ്തതാണ്. അപ്പൊ ബ്രോ ലൈവ് ഇട്ടാ മതി. ഓക്കെ ഓക്കെ മിസ്റ്റർ ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ 1 ഈഗിൾ ഗെയിമിംഗ് മെമ്പർഷിപ്പ് ഗിഫ്റ്റ്. താങ്ക് യു സോ മച്ച്. ഇല്ല ഗൈസ്, ഇവിടെ ഈ ഒരു ടൂർണമെന്റിനൊക്കെ നമുക്കെതിരെ ഹേറ്റ് പറയുന്നവരോട് എനിക്ക് റിപ്ലൈ പറയാനില്ല ഗൈസ്. സീരിയസ് ആയിട്ട് നമുക്ക് റിപ്ലൈ പറയാനില്ല. അതിനൊരു റിപ്ലൈ എനിക്ക് ഒട്ടും പറയാൻ താല്പര്യമില്ല. ഇനിയത് സംസാരിക്കണ്ട, അത് സംസാരിച്ചാൽ ശരിയാവില്ല. അതുകൊണ്ടാണ്. ഇനി സംസാരിച്ചാൽ ശരിയാവില്ല. പറയാനുള്ള കാര്യം പറഞ്ഞു, എന്നിട്ട് നീ തന്നെയല്ലേ റിപ്ലൈ കൊടുക്കുന്നതെന്നോ. MVP ഓഫ് ദ ടൂർണമെന്റും അതുപോലെ ടൂർണമെന്റിലെ വിന്നറിനെയും നമുക്ക് ഉറപ്പായിട്ടും ഒന്ന് വെയിറ്റ് ചെയ്ത് കണ്ടുപിടിക്കാം. സോയി, താങ്ക് യു സോ മച്ച് 1 ഈഗിൾ ഗെയിമിംഗ് മെമ്പർഷിപ്പ് ഗിഫ്റ്റ്. താങ്ക് യു സോ മച്ച്. എടാ, എല്ലാ പ്ലേയേഴ്സിനും വരാൻ പറ്റുന്ന ഒരു VC ഉണ്ടോടാ? എല്ലാവർക്കും വരാൻ പറ്റുന്ന ഒരു VC ഉണ്ടെങ്കിൽ എല്ലാരും വിളിച്ചൊന്ന് ടൂർണമെന്റ് ഫീഡ്ബാക്ക് ഒന്ന് ചോദിക്കായിരുന്നു. അപ്പോഴത്തേക്കിന് ടെക്നിക്കൽ സപ്പോർട്ടിൽ വരാൻ പറ്റും എല്ലാവർക്കും. ആണോ? ഒന്ന് പോയി പറയാമോ രായ, അങ്ങോട്ടൊന്ന് വരാമോ? ഒന്ന് ഞാൻ എല്ലായിടത്തും പറയാം. ടെക്നിക്കൽ സപ്പോർട്ടിലോട്ട്. യെസ്, നമുക്കൊന്ന് എല്ലാ പ്ലേയേഴ്സിനും നമുക്കൊന്ന് വിളിച്ച് പറയടാ. ഹലോ, എല്ലാവർക്കും സുഖമല്ലേ ഫ്രണ്ട്സ്? എല്ലാരും വന്നോ? ബാക്കിയുള്ളവരൊക്കെ വന്നോ? സിമി, താങ്ക് യു സോ മച്ച് ഫോർ ദ സബ്സ്ക്രിപ്ഷൻ. സിമി, താങ്ക് യു സോ മച്ച്. സോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വൺസ് അഗൈൻ ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് ഇവിടെ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും നമ്മളെ ക്രൂവിൻ്റെ സൈഡിൽ നിന്നും ഓർഗനൈസിങ് ടീമിൻ്റെ സൈഡിൽ നിന്നും ഒരു താങ്ക് യു പറയുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ദ പാർട്ടിസിപ്പേഷൻ. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ എല്ലാ സ്ക്വാഡിൽ നിന്നും ഒരാൾ റെപ്രസെന്റ് ചെയ്ത് ഒരു ഫീഡ്ബാക്ക് പറഞ്ഞിട്ട് പോകണം. എല്ലാ സ്ക്വാഡിൽ നിന്നും ഒരാൾ ജസ്റ്റ് ഗ്യാങ്ങിന്റെ പേര് പറഞ്ഞിട്ട് നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് പറഞ്ഞാൽ മതി. ഹലോ, ആരുമില്ലേ? ഹലോ ടീമിന്റെ കണ്ണാപ്പി പറയട്ടെ. ഇങ്ങനത്തെ ഇവന്റ് ഇനി നടത്തണമെന്നാണ് വള്ളിച്ചീമിന്റെ ആഗ്രഹം. പിന്നെ നമുക്ക് പറ്റിയൊരു ഒപ്പോണൻസ് ഇപ്പോഴും ഇല്ല, ഇതുവരെ കളിച്ചേരില്ല. അത് അത് നമ്മള് ബാക്കിയുള്ള സ്കിൽസ് ടെസ്റ്റ് ചെയ്യായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ കളിച്ചത്. അപ്പൊ അടുത്തത് ആരാണ്? EVXന്റെ സൈഡിൽ നിന്ന് ആരെങ്കിലും ഒന്ന് സംസാരിക്കണം. ഹലോ ബ്രോ, അടിപൊളി ടൂർണമെന്റ് ആയിരുന്നു ബ്രോ. അടിപൊളി ടൂർണമെന്റ് ആയിരുന്നു. നമ്മുടെ ഫസ്റ്റ് ടൂർണമെന്റ് ആണ് PUBG PC-യുടെ. അതിന്റെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നല്ലതായിരുന്നു, അടിപൊളിയായിരുന്നു. താങ്ക് യു സോ മച്ച് ബ്രോ. താങ്ക് യു സോ മച്ച് ഫോർ ദ പാർട്ടിസിപ്പേഷൻ ടു. ആൻഡ് അടുത്തത് ആരാണ്? അടുത്ത MRC
സൈഡിൽ നിന്ന് ആരെങ്കിലും? ഹലോ ഹലോ. ഞാൻ ഇത് നൈസ് ഒരു ടൂർണമെന്റ് ആയിരുന്നു. ഇതിനു മുമ്പേ കളിച്ചിട്ടുണ്ടെങ്കിൽ കുറെ ബഗ്ഗും കാര്യങ്ങൾ കാണാറുണ്ടായിരുന്നു. ഇത് ആദ്യമായിട്ടാണ് ഒരു ഡിലേ ഇല്ല, ബഗ് ഇല്ലാതെ ഒരു ഫ്ലോയിൽ അങ്ങ് പോയത്. നൈസ് ഒരു സാധനമായിരുന്നു. ഇത്രയും കിടലായിരിക്കും എന്ന് വിചാരിച്ചില്ല. സത്യം പറയാം, പൊക്കി അടിച്ചതല്ല, താങ്ങിയതും അല്ല. എല്ലാം വരെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് പറഞ്ഞു. താങ്ക് യു രാജു, താങ്ക് യു. അപ്പൊ അടുത്ത കെ വി. ഹലോ. കാസ്റ്റോ പറ. നിങ്ങളെ അടിപൊളി ടൂർണമെന്റ് ആയിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ നമ്മൾ ഓരോ ടൂറിന്റെ ഇപ്പോൾ 2 ദിവസം എടുക്കുമ്പോൾ സാധാരണ എല്ലാ ടൂറിനും എടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഡിലേ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ ആയിട്ട് ഇങ്ങനെ ലാഗായി പോകും. എല്ലാ പരിപാടിക്കുള്ളതാണ്. പക്ഷെ ഇത് എല്ലാം പടപടവരുടെ എല്ലാ മാച്ചസും വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് ഈകള് നടത്തിയിട്ടുണ്ട്. അതന്നെ ഹാറ്റ്സ് ഓഫ്. പിന്നെ നമ്മൾ ഇതേപോലെ പബ്ജി ആദ്യമായിട്ട് ടൂറുണ്ട്. അപ്പൊ അതിന്റെ മിസ്റ്റേക്ക് എല്ലാം നമ്മുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇപ്പൊ അടുത്ത പബ്ജി ടൂറിന് അനൗൺസ് ചെയ്യുന്നല്ലോ. അപ്പൊ അപ്പോഴേക്കും സെറ്റ് ആവും. സെറ്റ്. റുബിലെ പറ. നീ ഇപ്പൊ പോയിന്റ് ടേബിൾ ഒന്നും വരാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യണ്ട. നിങ്ങളാണ് ചാമ്പ്യൻസ്. പോയിന്റ് ടേബിൾ വരാൻ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു ഓളം ഉള്ള ഒരു ടൂർണമെന്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് ടൈമാണ്. ഞാൻ ഇന്നലെയും കൂടി എന്റെ ലൈവിലും പറഞ്ഞതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വാച്ചിങ് ഒരു PGCയുടെ ഒഫീഷ്യൽ ടൂർണമെന്റിന് ഇല്ല. അതിലും ഓളം വരുത്തിയ ഒരു ടൂർണമെന്റ് ആണ് നമ്മുടെ ഈ ടൂർണമെന്റ്. ആൻഡ് ഇത് ഓർഗനൈസ് ചെയ്തത് പിന്നെ ഫുള്ള് EVA സൈഡിന്റെ സപ്പോർട്ട് കൂടി ചേർന്ന് കിടിലായിട്ട് ചെയ്തുകൊണ്ട് ഒരു സാധനവും മനസ്സിലായില്ലേ, ഒരു മിസ്റ്റേക്കോ ഒരു കാര്യങ്ങളും വന്നിട്ടില്ലായിരുന്നു. അടിപൊളിയായിരുന്നു ഫുള്ള് ഓർഗനൈസേഷൻ മൊത്തം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ടൂർണമെന്റിൽ നമ്മളിപ്പോൾ RP നിർത്തിയിട്ട് നിൽക്കുന്ന ടൈമായിരുന്നു. നമ്മൾ ഗ്യാങ് അല്ലാതെ നിൽക്കുന്ന ടൈമിൽ നമുക്കൊരു ഇൻവൈറ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയത് ഭയങ്കര ഒരു വലിയ കാര്യമാണെന്ന് വെച്ചാൽ നമ്മൾ PUBG ഗ്രൈൻഡ് ചെയ്തിട്ട് അതിൻ്റെ അകത്തോട്ട് നമുക്കൊരു ഇൻവൈറ്റ് കിട്ടിയത് ഭയങ്കര ഒരു കാര്യമായിരുന്നു. ആൻഡ് ഇത് നല്ല രീതിക്ക് പെർഫോം ചെയ്യാനും പറ്റി. ആൻഡ് നമുക്കൊരു നല്ല ഡേ ആയിരുന്നതുകൊണ്ട് നല്ല രീതിയിൽ കളിച്ചു. ആൻഡ് ഇനിയും ഇതുപോലത്തെ ടൂർണമെന്റ് കൊണ്ടുവരണം. ഈ ഒരു കമ്മ്യൂണിറ്റി കൂടി ഇത്രയും ഒരു വലിയൊരു കമ്മ്യൂണിറ്റി ഉണ്ടെന്ന് നമുക്ക് ഈ ഒരു ടൂർണമെന്റ് വെച്ച് എല്ലാവർക്കും അറിയാൻ പറ്റി. അതിലൊരു ഭയങ്കര സന്തോഷം. ഈ ഒരു ഹോൾ TVX എക്സ്ലാൻഡിസ് എന്ന് പറഞ്ഞ് ഈ നടത്തിയ ഒരു ടൂർണമെന്റ് നമ്മളുടെ സൈഡിൽ നിന്ന് ഫുൾ ഒരു വലിയൊരു താങ്ക്സ് ഉണ്ട്. ഇത്രയും അടിപൊളിയായിട്ട് നടത്തിയതിന് ഇനിയും ടൂർണമെന്റുകൾ കൊണ്ടുവരണം. അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. അപ്പൊ SRR ആരെങ്കിലും കൊണ്ടോ ഇവിടെ? ഓക്കെ ബ്രോ, ഫസ്റ്റ് ഓഫ് ഓൾ ഈവൻ നമ്മളൊരു ഗ്യാങ് അല്ലെങ്കിൽ പോലും നിങ്ങൾ നമ്മളെ ലൈക്ക് വന്ന് ചോദിച്ചപ്പോൾ തന്നെ സ്ലോട്ട് തന്നതിൽ എല്ലാവർക്കും താങ്ക് യു. പ്രത്യേകിച്ച് രായം ബ്രോ ലൈക്ക് സ്ലോട്ട് തരാനുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു നമ്മളെ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ ലൈക്ക് മാച്ചസ് എല്ലാം മുന്നോട്ട് പോയി. ഒരു തടസ്സങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല എല്ലാം. പിന്നെ മെയിൻ ആയിട്ട് ഇത് തന്നെയാണ് നമ്മളെ ഈവൻ നമ്മളൊരു ആക്റ്റീവ് ഗ്യാങ് അല്ലെങ്കിൽ നമുക്ക് ഇവിടെ കളിക്കാൻ ഓപ്പർച്യൂണിറ്റി തന്ന എല്ലാവർക്കും ബിഗ് താങ്ക് യു. അത്ര തന്നെ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. അടുത്ത TG ആരെങ്കിലും ഉണ്ടോ? TG ഇവിടെ? ഹലോ വാസ്കോ പറ. ഇതിപ്പോ വെച്ചാല് പയ്യവന് പുറമെ ഇങ്ങനെ ടൂർണമെന്റ് എടുത്തുകൊണ്ട് ഇപ്പം PUBGയിലും നല്ല രീതിക്ക് പെർഫോം ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ഗെയിം പ്ലേ കാണിക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാറ്റ്ഫോമാണ് കൊടുത്തത്. എന്തായാലും അതുപോലെ തന്നെ നിങ്ങളെ ബേസിൽ നടത്തിയൊരു കിടിലൻ ടൂർണമെന്റോട് ആയിരുന്നു. നന്നായി കളിച്ചടാ വാസ്കോ നീ. പിന്നെ അടുത്ത ടോക്കിയോ ആരെല്ലാം ഉണ്ടോ ഇവിടെ? ടോക്കിയോ ബ്രോ. ഞങ്ങളുടെ കേസ് പറയുകയാണെങ്കിൽ ഞങ്ങ ഈ ലൈക്ക് PUBG ഗെയിമിംഗ് തുടങ്ങിയത് ഈ ടൂർണമെന്റ് വേണ്ടിട്ടായിരുന്നു. പാർട്ടിസിപ്പേഷന് വേണ്ടി കയറിയതായിരുന്നു. ബട്ട് ഇങ്ങനെ ക്വാളിഫൈ ആയി ഫൈനൽ വരെ എത്തുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഓക്കെ താങ്ക് യു സോ മച്ച്. പിന്നെ വേറെ ആയിരുന്നു നമ്മുടെ ഫൈനൽ ടീം? VNV വന്നിട്ടെല്ലാം ജൂൺ ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനെ ഒരു ഇവന്റ് സത്യം പറഞ്ഞ എനിക്ക് തോന്നുന്നു നമ്മള് അത്യാവശ്യം നല്ല ഒരു ഇവന്റ് ഇങ്ങനെ വേറെ ആരും നടത്തിയിട്ടില്ലെന്നാണ് എന്റെ ഒരു അടിപൊളി ഇവന്റ് ആയിരുന്നു. പിന്നെ നമ്മൾ ആദ്യമായിട്ടാണ് PUBG ഇവന്റ് തന്നെ കളിക്കുന്നത്. നമ്മൾ ഇന്ന് ഞാൻ ഉൾപ്പെടെ എന്റെ കയ്യിലുള്ള പകുതി ആൾക്കാർ ഇന്നേ വരെ ഇതുപോലത്തെ PUBG ടൂർണമെന്റ് കളിച്ചിട്ടില്ല. ഞങ്ങൾ അതിനുവേണ്ടി അങ്ങനെ PUBG ഇങ്ങനെ ഫുൾ ടൈം കളിക്കുന്ന ആൾക്കാരല്ല, നമ്മളിങ്ങനെ ടൈം പാസിന് തന്നെ കളിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ടൂർണമെന്റ് ഉണ്ടെന്നുകൊണ്ട് നമ്മൾ 2-3 ദിവസമൊക്കെ അതിനുവേണ്ടി ഇരുന്നിട്ടുണ്ട്. വലിയ കാര്യമൊന്നും ഉണ്ടായില്ല, എന്നാലും അതിന് നമ്മൾ മാക്സിമം ട്രൈ ചെയ്ത് ക്വാളിഫൈ ഫൈനൽ വരെ എത്തി. പിന്നെ ഇവിടെ കളിച്ച എല്ലാവർക്കും കുറെ പേര് നല്ലതായിട്ട് കളിച്ചിട്ടുണ്ട്. ഇനിയും ഇതുകൊണ്ട് ഇവന്റ് ഒക്കെ വരണം എന്നുള്ള ഇതില് നിർത്തുന്നു. ഓക്കെ താങ്ക് യു സോ മച്ച്. പിന്നെ ഇനി CM നിങ്ങക്ക് നല്ലത് മാത്രമല്ല കേട്ടോ, എന്തെങ്കിലും മോശം ഉണ്ടെങ്കിൽ അതും പറയാവേ. മെയിനായിട്ട് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇവന്റും ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് ഒരു
ബിഗ് അപ്രീസിയേഷൻ. കാരണം നല്ലൊരു ഹോസ്റ്റലിലേക്ക് നല്ലൊരു ഇവന്റ് ആയിരുന്നു. ലൈക്ക് ഇത് എല്ലാരും പറഞ്ഞ പോലെ തന്നെ ഒരു ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് ഇത്ര സ്മൂത്ത് ആയിട്ട് സത്യം പറഞ്ഞാൽ കളിച്ചപ്പോൾ നല്ല എന്റർടൈനിങ് ആയിരുന്നു. അപ്പം പിന്നെ ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്ത് ഞങ്ങളെ ഇതെല്ലാം സപ്പോർട്ട് ചെയ്ത് രായൻ ബ്രോയ്ക്കാണ് സ്പെഷ്യൽ ഇത് നമ്മളെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സെറ്റ് ചെയ്ത് തന്നതിനും. അപ്പോൾ അത്രയൊക്കെ തന്നെ നല്ലൊരു ഇവന്റ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. ഇനി ഓജിയും കൂടെ അല്ലേ ഉള്ളു ലാസ്റ്റ് നമ്മുടെ ഓജിയുടെ സ്റ്റേഡിയം ആരെങ്കിലും ബ്രോ അടിപൊളി ടൂർണമെന്റ് ആയിരുന്നു. ഫസ്റ്റ് ടൈം ആണ് ടൂർണമെന്റ് കളിക്കുന്നത്. ഇപ്പം ഈ ടൂർണമെന്റ് വന്നെന്ന് അറിഞ്ഞപ്പോഴാണ് പബ്ജി കളിക്കാൻ തുടങ്ങിയത് തന്നെ. എന്നിട്ട് അത്യാവശ്യം കളി കയറി അതൊരു വൈറസ് വരെ എത്തി. അത്രേ ഉള്ളൂ. അടിപൊളി ടൂർണമെന്റ് ആയിരുന്നു. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആർക്കെങ്കിലും ടൂർണമെന്റ് ആയിരുന്നു. അടുത്ത പ്രാവശ്യം കണ്ണാപ്പിന്റെ ടീമിനെ ഇറക്കല്ലേ, കോമ്പറ്റീഷൻ ഇല്ല. ഞാൻ ആക്ച്വലി ഞാൻ വേറൊരു കാര്യം പറഞ്ഞ ടൂർണമെന്റില് നമ്മള് ഫസ്റ്റ് ഡേ നടത്തിയ ദിവസം തന്നെ എല്ലാരും നോട്ടീസ് ചെയ്തൊരു പേരുണ്ട്, യാമി. ലൈക്ക് അത് ആദ്യത്തെ ദിവസം തന്നെ എല്ലാരും അത്രയും പെർഫോമൻസ് കാര്യങ്ങളൊക്കെ കണ്ട്, അത് മേ ബി ഫൈനൽ ഡേ ഒരു ബാഡ് ഡേ ആയതുകൊണ്ടായിരിക്കാം. പക്ഷെ ആ ഒരു ദിവസം തന്നെ എല്ലാവരും ഇപ്പൊ എന്റെ ചാറ്റിൽ തന്നെ ഇവിടെ ഒരുപാട് പേര് സ്പാം ചെയ്യുന്നുണ്ട് പേര്. അപ്പൊ ഇതുപോലത്തെ കുറെ പ്ലേയേഴ്സിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാനും ആൾക്കാരിലേക്കൊക്കെ എത്തിക്കാനും പറ്റുന്നത് തന്നെയാണ് ഇതുപോലത്തെ ടൂർണമെന്റിന്റെ സക്സസ് എന്ന് വിശ്വസിക്കുന്നത്. യാമി ഇവിടെ ഉണ്ടോ? യാമി ഇവിടെ ഉണ്ടോ? ഹലോ, സോ ആളിവിടെ ഇല്ല. അപ്പൊ അങ്ങനത്തെ കുറെ പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. ആൻഡ് എല്ലാവർക്കും ഒരു നല്ല എക്സ്പോഷർ ആണ് ഈ ഒരു ടൂർണമെന്റിൽ കൂടെ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അവൻ ഗൈസ്, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് എല്ലായിടത്തും അപ്പാർട്ട് ഫ്രം നിങ്ങൾ ഗ്യാങ് റൈവലറി RP റൈവലറി ഒന്നും വെക്കാതെ വന്ന് കളിച്ചതിന് എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. അപ്പൊ ഇനിയുള്ള ടൂർണമെന്റ് ഒക്കെ ഉറപ്പായിട്ടും നമ്മൾ വീണ്ടും നിങ്ങളെ കൺസിഡർ ചെയ്യുന്നതായിരിക്കും, വന്ന് കളിച്ച എല്ലാവരെയും നമ്മൾ കൺസിഡർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ താങ്ക് യു സോ മച്ച്. കമന്ററി കിടിലായിരുന്നേ. താങ്ക് യു ബ്രോ, താങ്ക് യു സോ മച്ച്. ആരും പോകരുത്. മറ്റേ എല്ലാരും ഗ്യാങ്സ് എല്ലാരും ഒന്ന് ഫൈനൽ ഇത് വന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും 2.5K വെച്ചിട്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് 4 തൊട്ട് 16 വരെയുള്ള എല്ലാ ഗ്യാങ്സും ഒന്ന് എമൗണ്ട് കളക്ട് ചെയ്തിട്ട് പോകണം. പിന്നെ ബാക്കിയുള്ള പ്രൈസ് പൂൾ എല്ലാം നമ്മൾ ഇപ്പൊ ലൈവിൽ അനൗൺസ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. നിങ്ങൾ എല്ലാരും ഒരു വലിയ എന്തോ കഴിഞ്ഞതുപോലെ കോച്ചിനെ വിളിച്ച് സംസാരിപ്പിക്കാം. കോച്ചിനെ വിളിക്കും. പുള്ളി ചിലപ്പോ ആ വിഷമത്തിലിരിക്കുമായിരിക്കും മേ ബി. ബ്രോ സ്കോർ ബോർഡ് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. സ്കോർ ബോർഡ് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, സെറ്റ്. യെസ്, അപ്പം നമുക്ക് നോക്കാം ഗൈസ്. ആരും പോകരുത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു വലിയൊരു Here is the scoreboard, final scoreboard of the point table or the total standing of the tournament. TVA X Excellence നടത്തിയ ടൂർണമെന്റ് ഇത് വന്നിട്ടില്ലല്ലോ. ഇത് ആണല്ലേ? ഓക്കെ. ഡെൻജാർ വിത്ത് 100 points ആണ് ഫൈനൽ ടോപ്പ് ഓഫ് ദ ടേബിൾ നിൽക്കുന്ന ടീം. ഡെൻജാർ വിത്ത് 100 points, 40 പ്ലേസ്മെന്റ് പോയിന്റും അതുപോലെ തന്നെ 60 കില്ലും എടുത്താണ് അവര് 100 points സെക്യൂർ ചെയ്തേക്കുന്നത്. തൊട്ട് താഴെ നോക്കുകയാണെങ്കിൽ 24 പോയിന്റിന്റെ ഡിഫറൻസിലാണ് ടിവിയൊക്കെ ആദ്യത്തെ 2 മാച്ചസ് അവരെ നല്ല നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്തത് കൊണ്ടാണ് അവർക്ക് നല്ലൊരു പോയിന്റ് ഡിഫറൻസ് അവിടെ വന്നത്. 76 പോയിന്റ് വിത്ത് 23 പ്ലേസ്മെന്റ് പോയിന്റ്. നോക്കിയാൽ പ്ലേസ്മെന്റ് പോയിന്റ്സിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു കുറവ് പറ്റിയത്. 23 പ്ലേസ്മെന്റ് പോയിന്റ് ആൻഡ് 53 കിൽസ് ആണ് TV എടുത്തിട്ടുള്ളത്. മൂന്നാം സ്ഥാനവും TVA തന്നെ കൊണ്ടുപോകുന്നു. ദ സ്കോർ TVA വിത്ത് 42 പോയിന്റ്സ് ആണ് ഇവിടെ. ആൻഡ് 13 പ്ലേസ്മെന്റ് പോയിന്റും 29 കിൽ പോയിന്റും ആണ്. ആൻഡ് SRR 3 പോയിന്റിനാണ് SRRയുടെ കയ്യിൽ നിന്ന് ആ ഒരു 3ാം സ്ഥാനം കയ്യിൽ നിന്ന് പോകുന്നത്. എങ്ങനെ നോക്കിയാലും നമുക്കറിയാവുന്ന ആൾക്കാരും നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരും ഒക്കെ തന്നെ ഈ ഒരു ടൂർണമെന്റിൽ നല്ല രീതിയിൽ ഷോക്കേസ് ചെയ്തതിൽ ഒരുപാട് സന്തോഷം. ആൻഡ് കുറെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള പ്ലേയേഴ്സിനെ നമുക്ക് കാണാൻ പറ്റി. ആൻഡ് 4ാം സ്ഥാനം തൊട്ട് 16ാം സ്ഥാനം വരെയുള്ള എല്ലാവർക്കും ഈ പറയണത് പോലത്തെ ഒരു ക്യാഷ് പ്രൈസ് ഉണ്ട്. ആൻഡ് ഫസ്റ്റ് പ്രൈസ് ആക്ച്വലി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന എമൗണ്ട് 40,000 ആയിരുന്നു. അതിൻ്റെ കൂടെ 10,000 പ്ലസ് ഒരു 2 ലക്ഷം രൂപയുടെ PC കൂടെയാണ് നമ്മൾ ഫസ്റ്റ് പ്രൈസ് ഹാൻഡ് ഓവർ ചെയ്യണത്. ആൻഡ് സെക്കൻഡ് പ്രൈസും തേർഡ് പ്രൈസിനും വേറെ കുറേ ഓഫേഴ്സ് വന്നിട്ടുണ്ട്. നമ്മളെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഒഫീഷ്യലായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് നമുക്ക് നമ്മുടെ വിന്നറായിട്ടുള്ള ടീമിനെ നമുക്ക്
VC-ലോട്ട് വിളിക്കാം. എടാ അവരുടെ VC എവിടെ? താഴോട്ട് പോവാം. എന്നാ അങ്ങോട്ട് പോവാം. എന്നാ അങ്ങോട്ട് പോവാം. അവരുടെ VC സ്ലോട്ട് 14. സ്ലോട്ട് 14. ഓ അല്ല, അവിടെ പോവാൻ പറ്റൂലല്ലോ. ഹലോ, കേക്കാവോ? സോ എടാ എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ്, നിങ്ങളാണ് ടൂർണമെന്റ് ചാമ്പ്യൻസ്. അപ്പൊ നിങ്ങൾക്ക് ചൂസ് ചെയ്യാടാ, നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നമ്മളിപ്പോ കറന്റ് നിയോ ടോക്കിയോക്കാരുടെ അടുത്ത് PC ബിൽഡ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ PC നിങ്ങൾക്ക് അവരുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യാം. PCയുടെ പേയ്മെന്റ് നമ്മുടെ സൈഡിൽ നിന്ന് അയച്ചു കൊടുക്കും. സ്പെക്ക് ഞാൻ ലൈവ് പറയുന്നത് ഫോർവേഡ് ചെയ്ത് തരാം. രായൻ സ്പെക്ക് ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട്. നല്ല സ്പെക്കാണ്. 5070 ആണ് PC വരുന്നത്. 5070 Ryzen 7 9800X3D 9850X3D ആണ് വരുന്നത്. നല്ലൊരു സ്പെക്ക് PC-യാ. അപ്പോൾ PC-യും പിന്നെ നിങ്ങൾക്ക് 40,000 രൂപ പ്രൈസും. ഓക്കെ, അപ്പൊ കൺഗ്രാചുലേഷൻസ്. എന്താ അപ്പൊ നിങ്ങളുടെ സൈഡിൽ നിന്ന് എന്താ പറയാനുള്ളത്? പറ. നമ്മുടെ സൈഡ് സത്യം പറഞ്ഞു കഴിഞ്ഞാല് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട് ഈ ടൂർണമെന്റ് ജയിക്കാൻ പറ്റിയത്. ഫസ്റ്റ് തന്നെ രണ്ടാമത്തെ കാര്യം, എനിക്ക് സത്യം പബ്ജി ഈ ടൂർണമെന്റ് ഇത്രയും ഭയങ്കര കിടിലായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നടത്തി അതൊരു ഭയങ്കര സക്സസ് ആക്കാൻ പറ്റുമെന്ന് ഞാൻ ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല. കാരണം ഇപ്പൊ തന്നെ 25,000 വാച്ചിങ് ഒക്കെ വരുന്ന ഒരു ടൂർണമെന്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 28,000 വന്നല്ല, 28,000 വാച്ചിങ് വന്ന ടൂർണമെന്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ PGCയുടെ ഒഫീഷ്യൽ ടൂർണമെന്റിന് അത്രയും വാച്ച് കാണത്തില്ല. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇന്ത്യയിലെ തന്നെ മൊത്തത്തിലൊരു കമ്മ്യൂണിറ്റിക്ക് സത്യം പറഞ്ഞ ഒരു ഭയങ്കര ഇതൊരു റിക്കഗ്നീഷൻ ആയിരിക്കും. എന്തായാലും ഈ വേവ് കൂടിച്ചേർന്ന് നടത്തിയത് കൂടി ആയതുകൊണ്ട് എന്തായാലും അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പം ഇത്രയും സക്സസ്ഫുൾ ആയ ഒരു ടൂർണമെന്റിൽ കപ്പടിക്കാൻ പറ്റിയത് ഭയങ്കര സന്തോഷം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് എല്ലാ ടീമും ഭയങ്കര നന്നായിട്ട് കളിച്ചു. ആൻഡ് പാർട്ടിസിപ്പേഷൻ അത്രയും വാല്യൂ ചെയ്ത് എല്ലാ ടീമിനും സത്യം പറഞ്ഞാൽ അതിനൊരു വലിയ ഇത്. പിന്നെ രായൻ്റെ അടുത്ത് ഒരു വലിയ താങ്ക്സ്. എല്ലാത്തിനും ഓടി എല്ലാത്തിനും അവന് എന്തൊരു കാര്യം ഉണ്ടെങ്കിലും വിളിച്ചപ്പോഴും ഓടി വന്ന് എല്ലാം സെറ്റ് ചെയ്ത് തന്നു. കുറെ നമ്മുടെ പ്ലേയേഴ്സിന്റെ ഇടയിൽ ചെറിയ സീൻ വന്നതും എല്ലാം അവനാണ് ക്ലിയർ ആക്കി തന്നത്. അപ്പം ആ ഒരു ഫുൾ കോർഡിനേറ്റ് ചെയ്തതിന് ഒരു വലിയ താങ്ക്സ് അവനും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നിങ്ങൾക്ക് ജയിച്ച ടീമിന് ടോക്കിയോയിൽ PC കളക്ട് ചെയ്യാൻ പോണ സമയത്ത് നിങ്ങൾക്ക് 20,000 രൂപയുടെ നിങ്ങൾക്ക് ആവശ്യമുള്ള എന്ത് സാധനം വേണേലും മേടിക്കുകയും ചെയ്യാം കേട്ടോ. ഓക്കെ സെറ്റ് ചെയ്ത്. അപ്പൊ താങ്ക് യു നിയോ ടോക്കിയോക്കും ഒരു വലിയ താങ്ക്സ് ഇതൊരു ഇങ്ങനെ സ്പോൺസർഷിപ്പ് ചെയ്തതിന്. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ എടാ താങ്ക് യു സോ മച്ച്. അപ്പൊ വിപ്സി, ട്രിക്കി, ഫ്ലഫി എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ്. നന്നായിട്ട് കളിച്ചു, അടിപൊളിയായിരുന്നു. ഞാൻ ആരെങ്കിലും പേര് മിസ്സായോ അതിനകത്തില്ലല്ലോ? വേറെ ട്രിക്കി പറഞ്ഞു. ഓക്കെ അപ്പൊ എടാ താങ്ക് യു സോ മച്ച് പാർട്ടിസിപ്പേഷൻ. എടാ എമൗണ്ടിന്റെ കാര്യമെല്ലാം ഡാൻ ഡീൽ ചെയ്തോളാം കേട്ടാ. ഇപ്പൊ ലൈവിൽ തന്നെ പെട്ടെന്ന് ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്. അപ്പോ അടുത്തത് ആരാണെന്നോടാ? സെക്കൻഡ് നമുക്ക് സ്ലോട്ട് നമ്പർ താഴെയല്ലേ? തൊട്ട് താഴെ. ഹലോ കൺഗ്രാചുലേഷൻസ് ഗൈസ്. ടൂർണമെന്റിലെ റണ്ണർ അപ്പ് നിങ്ങളാണ്. 2ാം സ്ഥാനത്ത് നിങ്ങളാണ്. കുഴപ്പമില്ല, ഒരു എന്താ പറയാ 2-3 മാച്ചസ് കയ്യിൽ നിന്ന് പോയതുകൊണ്ട് സംഭവിച്ചതാണ്. പക്ഷേ ടൂർണമെന്റിൽ ഞാൻ പറഞ്ഞില്ലേ ഇത്രയും കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ നല്ല രീതിയിൽ കളിച്ചു. ആൻഡ് കോച്ച് ഹരി, ഇറ്റാച്ചി, സ്റ്റീവേ, BD എല്ലാവർക്കും, ബെസ്റ്റ് ഗോഗു എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ്. ആസ് ടു എന്താ പറയാനുള്ളത് കോച്ച്? കോച്ച് കമോൺ, ഹാസ് ടു വലിയ അച്ചീവ്മെന്റ് ആണ്. സംസാരിക്കും കോച്ച്, ലൈവിൽ ഇത്രയും പേര് നിൽക്കല്ലേ, കോച്ച് സംസാരിക്കും കോൺഫിഡന്റ് ആയിട്ട്. സോറി ഗൈസ്, അത്രേ ഉള്ളൂ ഗൈസ്. വീണ്ടും പൊടിക്കാം. ഓക്കെ, ഇതൊന്നുമില്ല, കോച്ചൊരു ഇതായിട്ട് ഇരുന്നതാ, കുഴപ്പമൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോൾ ശരിയാവും. അടുത്ത പ്രാവശ്യം നമ്മൾ ജയിക്കണ, പിന്നെ എങ്ങോട്ട് പോയി. അത്രേ ഉള്ളൂ. ഓൾ ദ കൺഗ്രാചുലേഷൻസ്, ഓൾ ദ വെരി ബെസ്റ്റ്. അത്രേ ഉള്ളൂ, സീനൊന്നുമില്ല. അപ്പം നമ്മുടെ ടീം തന്നെയാണ് മൂന്നാമത്തെ ടീമിലോട്ട് നമുക്ക് പോവാം. എടാ നിങ്ങൾക്ക് പ്രൈസ് മണി ഇല്ല കേട്ടോ, അത് ഞാൻ എടുക്കണം കേട്ടോ. എന്റെ തൊണ്ട ട്രീറ്റ്മെന്റ് ആണ്, അപ്പൊ അതിന്റെ തൊണ്ടയുടെ ട്രീറ്റ്മെന്റിന് നിങ്ങളുടെ പ്രൈസ് മണി ഞാൻ എടുക്കണം. ഓക്കെ, താങ്ക് യു ഓക്കെടാ. സോ ടൂർണമെന്റിലെ 3rd പൊസിഷൻ ഗോ ടു ദ സ്ക്വാഡ് ഫ്രം TVA. കൺഗ്രാചുലേഷൻസ് പിള്ളേരെ, കൺഗ്രാചുലേഷൻസ്, വെൽ പ്ലേഡ്. കിണ്ടി, LXU,
മന്ദാരം എല്ലാരും നന്നായിട്ട് കളിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ടൂർണമെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഇത് 3rd പ്രൈസ് കിട്ടിയതിന്റെയും അതുപോലെ സാവേജിന് ടൂർണമെന്റിൽ ആദ്യത്തെ നോക്കിന് സാവേജിന് ഒരു 500 രൂപ 75 പൈസയുണ്ട്. അത് ഉടനെ തന്നെ റിലീസ് ചെയ്ത് തരുന്നതായിരിക്കും. എന്താണ് ടൂർണമെന്റിനെ പറ്റിയുള്ള എക്സ്പീരിയൻസ് പറ. ക്ലിയർ ആണ്, ഓഡിയോ ക്ലിയർ ആണ്. ക്ലിയർ ആണ്, ക്ലിയർ ക്ലിയർ. ആക്ച്വലി പറയുകയാണെങ്കിൽ ഇതിൽ നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, ഒരു GTA ബേസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി, അത് GTA എന്ന് പറയുന്ന ഒരു ഗെയിമിൽ മാത്രം ഒതുങ്ങി നിൽക്കാണ്ട് എല്ലാത്തിലും ഇങ്ങനെ വരുന്നതിൽ സന്തോഷമുണ്ട്. നമ്മുടെ നമ്മുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് വന്നതിൽ ഏറ്റവും കൂടുതൽ പ്രൗഡാണ്. പിന്നെ നമ്മുടെ ഗെയിം പ്ലേനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾ ആക്ച്വലി വലുതായിട്ടൊന്നും പ്രാക്ടീസ് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. നമ്മള് പക്ഷെ നിങ്ങൾ നന്നായിട്ട് കളിച്ചടാ, നിങ്ങൾ നന്നായിട്ട് കളിച്ചു. ഞാൻ പറഞ്ഞില്ലേ, നല്ല രീതിയിൽ കളിച്ചത്. നിങ്ങൾ നല്ല അഗ്രസീവ് ആയിട്ടാണ് നിങ്ങൾ ഫസ്റ്റ് ഡേ തൊട്ടേ കളിച്ചത്. നല്ല ഗെയിം പ്ലേ ആയിരുന്നു. കുറച്ചൊക്കെ ഒന്ന് ഇരുന്നിരുന്നെങ്കിൽ ഇതിലും ബെറ്റർ ആവായിരുന്നു. ടോട്ടൽ എല്ലാവർക്കും ഒരു 1000 hours പോലും പ്ലേ ടൈം ഇല്ല. എനിക്ക് 500 hours. അപ്പൊ നമുക്ക് അപ്പൊ താങ്ക് യു. അപ്പം പ്രൈസ് പൂളും കാര്യം സഫാൻ ബ്രോയുടെ വകയും മറ്റേ 4th തൊട്ട് ബാക്കിലോട്ടുള്ള ടീംസിന് 2.5K വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞേ. അപ്പൊ 5000 രൂപ വെച്ചിട്ടോ? വാട്ട് രായ, ഇതെല്ലാം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ഒന്ന് കറക്റ്റ് ആക്കണടാ. ഫണ്ട് അയച്ചോ ഓക്കെ. നമുക്കടാ ഇനി MVP കൂടെ ഇതാക്കണ്ട, നമുക്ക് മേലോട്ട് പോയിട്ട്. സോ ഗൈസ്, ഒരുപാട് പേര് നമ്മുടെ വ്യൂവേഴ്സ് വൈസ് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. എടാ സ്ക്രീൻ ഇട്ടേ. ഹലോ ഹലോ ഷെർലക് ബ്രോ. Here we go. The MVP of the tournament. MVP of the tournamentന് കിട്ടാൻ പോകുന്നത് 20,000 അല്ലേടാ? Yes, 20,000. 10 അങ്ങനെ വെച്ചിട്ട് 20,000 അല്ലേ? 20,000 ആണ് MVP-ക്ക് കിട്ടാൻ പോകുന്നത്. സോ MVP ടോട്ടൽ കിൽസ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇന്നത്തതും കഴിഞ്ഞ മാച്ചിന്റെ കൂടെ ചേർത്തായിരിക്കും നമ്മൾ നോക്കുന്നത്. ഇന്നത്തെ നോക്കുവാണെങ്കിൽ 22 കിൽസോട് കൂടി ഇന്ന് ടോപ്പ് കിൽസ് നിൽക്കുന്ന വിപ്സിയാണ്. കില്ലോഗോഡ് 18 എടുത്തിട്ടുണ്ട് ഇന്നലത്തെ ഇവിടെ നോക്കിയ ബ്രോ. MVP എനിക്ക് തോന്നുന്നത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരുമെന്ന് കേട്ടാ. MVP കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. യാമി ജൂനിയർ 31 ആണ്. അത് ഫൈനൽസിൽ യാമി എത്ര എടുത്തിട്ടുണ്ടെന്ന് അറിഞ്ഞൂടാ. ഗൈസ്, MVP-യുടെ കിൽസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് അനൗൺസ് ചെയ്യണതാണ് നല്ലത്. അല്ലെങ്കിൽ ഇത് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റത്തില്ല. കോച്ചാണെന്ന് തോന്നുന്നു 27, 31, 30, 20, 50, 58 കില്ല് കോച്ചാണെന്ന് തോന്നുന്നു. 27, 31 കില്ലല്ലേ ഇന്ന് കോച്ച് 31 കില്ലല്ലേ എടുത്തേക്കുന്നേ? 18 ആണ് എടുത്തേക്കുന്നത്. അപ്പൊ 27, 18, 45 കില്ല്. വിപ്സി എത്രയാണ് എടുത്തേക്കുന്നത്? 22. കഴിഞ്ഞ മാച്ച് വിപ്സി കുറച്ച് താഴെയായിരുന്നു. ഇല്ല കോച്ചാണ്. ആൻഡ് MVP ഓഫ് ദ ടൂർണമെന്റ് as of now കോച്ചാണ്. എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം. കോച്ചാണ് MVP ഓഫ് ദ ടൂർണമെന്റ്. ആള് കുറച്ച് ഡൗൺ ആയിട്ടിരിക്കുക. വിളിച്ചാലും സംസാരിക്കാനൊന്നും പോണില്ല. എന്തായാലും നമുക്ക് നോക്കാം. ബാക്കി എല്ലാം ഇതല്ല മാം. ഞങ്ങള് ഞാൻ ഒരാള് ഇവിടെ ഒരാളുണ്ട്, മറ്റേ നമ്മുടെ ടീമിന്റെ ആളെ ഒന്ന് ഇവിടെ അത് മെയിൻ ആണ് കേട്ടോ ഗൈസ്. ഇപ്പൊ നമ്മുടെ യൂറോപ്പിലെ ഒരാളാണ് ഈ സെർവർ ഇതെല്ലാം ഈ സൈറ്റും ഏത് ഭാഷയിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കും. ഇംഗ്ലീഷ് സംസാരിക്കണം. ഓക്കെ, അപ്പൊ ആളെ വിളിക്കാം. അതെ ബ്രോ, ഒന്ന് പോയി വിളിക്കോ. ഹലോ, ഞാൻ വിളിച്ച ഭാഷ മനസ്സിലാവില്ല. വാന്ന് പറഞ്ഞിട്ടേ വരില്ല അവര്. എന്നാ പേടിയുണ്ടോ? ഇല്ല എന്ത് പേടിക്കണ എന്തിനാ? പുള്ളി ഒന്നും ചെയ്യൂലല്ലോ. ഞാൻ എന്ത് പറയാന്നാണ് മനസ്സിലാവാത്തത്. ഞാൻ സൗണ്ട് കേട്ടാ പേടിച്ചിരിക്കണേ.
ആണോ? പുള്ളി ക്യാം ഓണാക്കോ? ഇല്ല, ചിലപ്പോ പുള്ളി ഹോസ്റ്റ് ചെയ്യുന്ന എന്തോ മെയിൻ പി സിയിലാണ്, അതുകൊണ്ട് ജസ്റ്റ് ഇതല്ല ഇനി വരാൻ പോണ നാളെ. ഹലോ. Hey guys. Yeah, hi brother. And first of all, thank you so much from our side for helping us to host this game, bro. Thank you so much, means a lot. Hey, thank you guys. I was watching the stream for like I don't know how many 10 minutes. I was listening to what you guys have been saying. I just have to say that I didn't understand shit, but I agree with everything what you said, basically. Even we are organizing the PUBG tournament for the first time, brother. Yeah, it's amazing. Like this is not our first time in India, but we come. I think it's fourth or fifth time. Yeah. So yeah, I just want to say thanks to basically everyone, players, casters, obviously admin, crew, broadcaster, and the guys for making the tournament a success. Also, great people. You are really great people. I'm from Europe, and I'm not used to India region, but it's great people, great community, and it's always a pleasure tournament. Means a lot, And man. one thing I wanted to say, this is a big shout out to the players for keeping this shit fair. You know, Yeah. like this is the first tournament in this region where we didn't have to inflict any cheating bans, and this is enormous. This is very huge step forward. Also, a big shout out to the 22K people watching. You guys are amazing. You as well, and you made this event even bigger. Thank you. It was a pleasure. Thank you so much. And we are planning to conduct more PUBG PC events, and we will be selecting E-Wave again. Thank you so much. Yeah, that's nice to hear. We are very grateful to everyone who choose to play PUBG on E-Wave. So maybe I can use this opportunity to say that in like 10 days we are gonna announce our own matchmaking. It's basically same as ranked in games, but with big prize pools and without cheater. Yeah. So I hope I'm gonna see every one of you playing there. Yeah, sure. We'll come there for sure. Yeah. Okay, thank you so much. Thanks, guy. Thanks to everyone involved. Much appreciated. Thank you. Thank you, Dulik. So guys, ഇവിടെ ഈ പറയണത് പോലെ ഒരു ടൂർണമെന്റ് നടത്തിയിട്ട് ആദ്യമായിട്ടാണ് ഒരു ചീറ്റ്സ് പോലും ഇത് ചെയ്യാതെ, ഒരു ചീറ്റ് പോലും ഇല്ലാതെ ആദ്യമായിട്ടാണ് ഒരു ടൂർണമെന്റ് അവര് കംപ്ലീറ്റ് ആക്കിയതെന്നാണ് അവർ പറഞ്ഞത്. അതിന് നമ്മുടെ പ്ലേയേഴ്സിനോട് അവരുടെ സൈഡിൽ നിന്ന് ഒരു സ്പെഷ്യൽ താങ്ക്സ് കൂടെ പുള്ളി പറഞ്ഞു. അതും ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ പ്ലേയേഴ്സിന്റെ സൈഡിൽ അങ്ങനെ ഇതുണ്ടായതുകൊണ്ട് നമുക്ക് ആരുടെടുത്തും ഒന്നും ഇതാക്കണം. ഇതൊരു ഇന്റർനാഷണൽ ടീമിനെ കൊണ്ട് നമ്മൾ ഹോസ്റ്റ് ചെയ്ത ടൂർണമെന്റ് ആണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമ്മുടെ അകത്തുനിന്ന് ഒരു ചീത്തപ്പേര് വരലെന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. അത് അങ്ങനെ തന്നെ സംഭവിച്ചു. സത്യം പറഞ്ഞാൽ അവരുടെ സൈഡിൽ നിന്ന് ആ ഒരു അപ്രീസിയേഷൻ നമുക്ക് കിട്ടി. അപ്പൊ നിങ്ങൾക്കും നന്ദി പറഞ്ഞിട്ടുണ്ട്. ഒരു ചെറിയ അപ്ഡേറ്റ് കൂടിയാണ്. കണ്ണാപ്പി ഇപ്പൊ വിളിച്ചിട്ട് മൊത്തം 4 തൊട്ട് 16 ടീമിന് 6000 രൂപ വെച്ചിട്ടാണ് ക്യാഷ്. ഒരാൾക്ക് 1000 വെച്ചിട്ട് മൊത്തം 6000 രൂപയാണ് മൊത്തത്തിൽ ടോട്ടലി കൊടുക്കാൻ പോണത്. അതായത് 1000 രൂപ വെച്ച് ഒരാൾ പറഞ്ഞ് മൊത്തം 4 മുതൽ 16 ടീമിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? അപ്പൊ കളിച്ച ആ സബിനടക്കം വരെ നിങ്ങൾക്ക് ഒരു പ്ലെയറിന് 6000 വെച്ച് എല്ലാവർക്കും. താങ്ക് യു സോ മച്ച് ഗൈസ്, മീൻസ് ലോട്ട്. എനിക്ക് എന്ത് പറയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതിനകത്ത് ഏറ്റവും കുറഞ്ഞ പൈസ എന്റെ കയ്യിന്നാന്ന് തോന്നുന്നു ചെലവായത്. സത്യം പറഞ്ഞ എന്റെ പ്രൈസ് പൂൾ ആണ് ഏറ്റവും ചെറുതായി പോയതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എവറിത്തിങ് സ്റ്റാർട്ടഡ് ഫ്രം ദെയർ എന്ന് വിശ്വസിക്കുന്നു ഞാൻ സത്യമായിട്ടും. ആരും ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ, ആരും ഇല്ലായിരുന്നു. തുടക്കത്തില് നമ്മൾ കുറെ പേരെടുത്ത് പോയപ്പോൾ എല്ലാവർക്കും പുച്ഛമായിരുന്നു. ഈ ടൂർണമെന്റിൽ ആളെ കൊണ്ടുവരാൻ പറ്റൂല, അത് കൊണ്ടുവരാൻ പറ്റൂല എന്നുള്ളൊരു കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട്. ആൻഡ് നമുക്ക് നമ്മുടെ ക്രൂവിനെയും കൂടെ ഒന്ന് പരിചയപ്പെടുത്താം. വേണ്ട, അവരെ ഒന്ന് വിളിക്കടാ ബാക്കിയുള്ളവരായ. ആദ്യം എല്ലാരും വിളിക്ക്. ആദ്യം പോയോ? അപ്പൊ ഷെർലോക്ക് ബ്രോ, നിങ്ങളുടെ സൈഡിൽ നിന്ന് നമ്മുടെ ഓഡിയൻസിനോട് ഒരു 2 വാക്ക് സംസാരിക്കണം. ടൂർണമെന്റ് നമ്മുടെ ഷെർലോക്ക് ബ്രോ ആണ് ഈ വേവുകാരെയും എല്ലാം കണക്ട് ചെയ്ത് നമുക്ക് ഈ ഒരു ടൂർണമെന്റ് എല്ലാം ഇത്ര അടിപൊളിയാക്കി തന്നത്. ഷെർലോക്ക് ബ്രോ ഒന്ന് സംസാരിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ വളരെ നല്ലൊരു ടൂർണമെന്റ് ആയിരുന്നു ആക്ച്വലി.
ഇപ്പൊ ഈ വേവിനെ എന്നെക്കാളും കൂടുതൽ കണക്ഷൻ ഉള്ളതും കൊണ്ടുവന്നതും ബ്രോഡ്കാസ്റ്റർ ആണ്. അത് ഞാൻ ചെറുതായിട്ടൊന്ന് തിരുത്തുകയാണ്. ബ്രോഡ്കാസ്റ്റർ ഇപ്പൊ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. പുള്ളിയാണ് ഇതിന്റെ മെയിൻ ആയിട്ട് ഈ വേവിന്റെ കമ്മ്യൂണിക്കേഷൻ എല്ലാം ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം നമ്മളെ ബ്രോഡ്കാസ്റ്റർ സ്ക്വാഡ് 1 എന്ന് പറഞ്ഞൊരു ക്ലാൻ ആണ് റൺ ചെയ്യുന്നത്. ഞാൻ 0 ഓവർ എന്ന് പറഞ്ഞൊരു ക്ലാനാണ് ഞാൻ റൺ ചെയ്യുന്നത്. അപ്പോൾ ഈ നമ്മുടെ 2 PUBG PC-യിലെ ക്ലാനും ചേർന്നിട്ടാണ് ടൂർണമെന്റ്സ് നടത്തുന്നത്. നമ്മുടെ ഒരു സീസൺ 1 ടൂർണമെന്റ് കഴിഞ്ഞ വർഷം കഴിഞ്ഞിരുന്നു. അത് നെക്സ്റ്റ് ഒരു ടൂർണമെന്റ് സീസൺ 2 ജൂലൈയിൽ വരുന്നുണ്ട്. ആൻഡ് നമ്മുടെ ഒരു പാഷനാണ് സത്യം പറഞ്ഞാൽ PUBG PC എന്ന് പറയുന്നത്. ആകെ കളിക്കുന്ന ഒരു ഗെയിം PUBG PC ആണ്. അതിന് വേണ്ടി മാത്രം PC എടുത്തിട്ടുള്ള ആളുകളാണ് നമ്മൾ. അപ്പോൾ അത്ര പാഷനാണ് PUBG PC. അപ്പം അങ്ങനെ കളിച്ചുകൊണ്ട് ഗ്രൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി നമുക്കുണ്ട്. ഇഷ്ടംപോലെ പ്ലേയേഴ്സ് ഉണ്ട് അവിടെയും. ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. ആൻഡ് രായൻ ബ്രോ വന്നിട്ട് ഇതുപോലെ ഒരു ടൂർണമെന്റ് നടക്കുന്നു നമുക്ക് അറിയായിരുന്നു. ഈഗിൾ ടൂർണമെന്റ് നടത്തുന്നു എന്നുള്ളൊരു വിവരം നമുക്ക് അറിയായിരുന്നു നേരത്തെ. അപ്പോൾ പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞു രായൻ ബ്രോ ഇതുപോലെ ഒരു ടൂർണമെന്റ് നടത്താൻ പോവാണ്, നമുക്കതൊന്ന് നിങ്ങളൊന്ന് ഹോസ്റ്റ് ചെയ്യാമോ, നേരത്തെ നിങ്ങൾ ടൂർണമെന്റ് നടത്തിയിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പം നമ്മൾ ഓക്കെ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതിന്റെ ടൈം കേട്ടപ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോയത്. ആകെ 2 ദിവസം ടൈമുണ്ട്, ഒരു ദിവസം എങ്ങാണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം ഓക്കെ നമുക്ക് എപ്പോഴാണ് ഡേറ്റ്? 18-ാം തീയതിയാണ്. നമ്മളിത് കേൾക്കുന്നത് 16-ാം തീയതി നൈറ്റാന്ന് തോന്നുന്നു. അപ്പോൾ ഇത്രയും ടീംസിനെ വെരിഫൈ ചെയ്യണം, ഇത്രയും ടീംസിനെ വിളിക്കണം, ആയിട്ട് കണക്ട് ചെയ്യണം. ഒരുപാട് പണി ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. അത് പ്ലേയേഴ്സിന് അത് ചെയ്തിട്ടുള്ള എല്ലാവർക്കും അറിയായിരിക്കും. അപ്പം അങ്ങനെ നമ്മളത് ഈഗിൾ ബ്രോ ആയിട്ട് സംസാരിച്ചപ്പോഴാണ് ഒന്ന് ഒരു ദിവസം കൂടെ തരാമെന്ന് പറഞ്ഞ് 19-ാം തീയതി. അങ്ങനെ 2 ദിവസം കൊണ്ട് നമ്മൾ ഈ വേവിനോട് സംസാരിച്ച് ആ മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ നമ്മൾ പണി തുടങ്ങിയതാണ്. ഈ പറഞ്ഞ 2 ദിവസങ്ങളിൽ എല്ലാവരും നമ്മുടെ ക്രൂവിൽ ഞാൻ, ബ്രോഡ്കാസ്റ്റർ, ഗുലുസുംബി, കിച്ചു, ടെർബോ, ആൾട്ടയർ, അങ്ങനെ ഒരുപാട് ക്രൂ ഇതിന്റെ പുറകിൽ നന്നോളം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത് ഇത്രയും സക്സസ് ആക്കി എടുക്കാൻ. അതുപോലെ രായൻ ബ്രോയുടെ കാര്യം പറയാണ്. രായൻ ബ്രോ നിങ്ങളുടെ ഒരു ഭാഗത്തുനിന്ന് എന്ത് കാര്യവും ഞാൻ ചെയ്യുമ്പോൾ രായൻ ബ്രോ ആണ്. എന്താണെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യുന്ന ആൾ എന്ത് പണി പറഞ്ഞാലും എല്ലാം രായൻ ബ്രോ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ ടീംസിനെ വെരിഫൈ ചെയ്ത് തരുന്നതാണെങ്കിലും ഈ ടീംസ് മുഴുവൻ എന്തെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കണക്ട് ചെയ്തിട്ടില്ല, അക്കൗണ്ട്സ് കണക്ട് ചെയ്യണം, എന്ത് ഇതുണ്ടെങ്കിലും രായൻ ബ്രോ പേഴ്സണലി എല്ലാവരെയും വിളിച്ച് കറക്റ്റ് കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ തന്നെ ചോദിച്ചിട്ടുണ്ട്, ബ്രോ എല്ലാം കൂടെ പറ്റുന്നുണ്ടോ, ഒരുമിച്ച് എന്തെങ്കിലും ഹെൽപ്പ് വേണം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് അതെ നമുക്കറിയാം. അപ്പൊ അത് കണ്ട് നമ്മൾ അങ്ങോട്ട് ചോദിച്ചു പോയി പുള്ളിയോട്. അപ്പൊ അത്രത്തോളം നമ്മൾ കാണുന്നുണ്ട് ഇതിന്റെ ബാക്ക് എൻഡിൽ ഇതിന്റെ വർക്ക്, അത്രത്തോളം വർക്കുണ്ട്. ഇത്രയും നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ബിക്കോസ് ഇത്രയും ക്രൗഡ് ഇതിനകത്ത് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ റബില് പറഞ്ഞു ഒരു PUBG ഒഫീഷ്യൽ ഗ്ലോബൽ ഒരു ഇവന്റ് നടത്തുമ്പോൾ, അത്രയും പ്രോസിനെയും വെച്ചിട്ട് ഇവന്റ് നടത്തുമ്പോൾ ഉണ്ടാവുന്നതിനേക്കാളും എത്രയോ മടങ്ങ് കൂടുതൽ വാച്ചിങ് ആണ് നമ്മുടെ ഇവിടുത്തെ ഒരു കൊച്ചു കേരളത്തിൽ നിന്ന് ഉണ്ടായി എന്നുള്ളതാണ്. അത് ഭയങ്കര വലിയ കാര്യമാണ്. ഞാൻ പറയുന്നത് നമ്മൾ എങ്ങനെയെങ്കിലും ഈ പറഞ്ഞിട്ടുള്ള ഇത്രയും വാച്ചിങ് ഉണ്ട് എന്നുള്ളത് അവരെ അറിയിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും. കാരണം ബിക്കോസ് ഈ വേവ് കണക്റ്റഡ് ആയതുകൊണ്ട് ഡെഫിനറ്റ്ലി അവരുടെ ശ്രദ്ധയിൽ ഇത് വരും. സോ ദേ ഷുഡ് നോ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഇവിടെ ഉണ്ട്, ഇതുപോലെ പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളത് അവർ അറിയണം എന്നുള്ളതാണ്. ഇറ്റ് വാസ് അമേസിങ്. ഭയങ്കര ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു, ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത്രയും ടൈമിനുള്ളത് ചെയ്തെടുക്കുക എന്നുള്ളത് ഭയങ്കര ഹാപ്പിയാണ് ആക്ച്വലി. ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് കഴിഞ്ഞു എന്നുള്ളത്, ഒരു പ്രശ്നമില്ലാതെ കംപ്ലീറ്റ് ആക്കിയതെല്ലാം നടത്തി കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ വളരെ വലുതാണ് നമ്മുടെ ഭാഗത്തുനിന്ന്. ബ്രോഡ്കാസ്റ്റർ എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? എനിക്ക് എന്താണ്, നമ്മളെ വിശ്വസിച്ച് ഇത് ഏൽപ്പിച്ച റയൻ ബ്രോനോടും ഈഗിൾ ബ്രോനോടും താങ്ക് യു പറയുന്നത്. നമ്മൾക്ക് ഭയങ്കര ഓണേർഡ് ആണ് നമ്മൾ ഇത് ഹോസ്റ്റ് ചെയ്യാൻ പറ്റിയതിൽ. നമ്മൾ ഭയങ്കര ഓണേർഡ് ആണ്. അതേപോലെ ഈ വേവിന് കൺവിൻസ് ചെയ്യിക്കലായിരുന്നു ചലഞ്ചിങ് ടാസ്ക്. അവർക്ക് 3-4 ഓൾട്ടർനേറ്റ് ടൂർണമെന്റ്സ് നടക്കുന്നുണ്ടായിരുന്നു അറ്റ് ദ സെയിം ടൈം. ബട്ട് നമ്മളെ ട്രസ്റ്റ് ചെയ്ത് അവർ വന്നു. അപ്പോൾ എനിക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ എന്താ ഇപ്പൊ പറയാ, ഈ വേവ് ഇല്ലായിരുന്നെങ്കിൽ ഇത് ഇത്ര അടിപൊളി ആവില്ലായിരുന്നു. ഐ മീൻ നമുക്ക് ഇത്രത്തോളം അടിപൊളിയാക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് ഈ വേവിനോടും ഞാൻ എന്റെ ഭാഗത്തുനിന്നും പേഴ്സണലി ഒരു താങ്ക്സ് പറയുന്നുണ്ട്. അങ്ങനെ എന്തായാലും ടോട്ടലി എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ആക്ച്വലി. ഐ ആം റിയലി ഓണേർഡ് ടു ഹോസ്റ്റ് ദിസ് ടൂർണമെന്റ്. ഇതില് എനിക്ക് ഇപ്പൊ ഒരു 30K അയച്ചു തന്നിട്ടേ ഒരു 10K എന്റെ അടുത്ത് വെക്കാൻ പറഞ്ഞിട്ട് 20K ഇവിടുത്തെ അഡ്മിൻസിന് കൊടുക്കാൻ വേണ്ടിട്ട് നേരത്തെ ഫസ്റ്റ് നമ്മളെ ടൂർണമെന്റിൽ ബാക്കി ഒന്നില്ലേ, ഞാൻ പുള്ളിന് 30K വന്നു, അതായത് ഇവർക്കും കൂടി കൊടുക്കാൻ വേണ്ടിട്ട്.
അയ്യോ 20K അഡ്മിൻസ് മൊത്തത്തില്. അത് നീ എന്തായാലും അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യണം ബ്രോ. അത് ഞങ്ങളുടെ ഒരു ടോക്കൺ ഓഫ് ലവ് ആയിട്ട് നമ്മൾ ആദ്യമേ നമ്മൾ പറഞ്ഞപ്പോഴും പറഞ്ഞൊരു കാര്യമാണ് നമ്മൾ ഞങ്ങൾ സത്യം കേസ് ആദ്യം തന്നെ ഈ ടൂർണമെന്റ് ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവരുടെ അടുത്ത് ചെന്നപ്പം നമ്മുടെ അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പൈസക്ക് വേണ്ടിയിട്ടല്ല ഞങ്ങളിത് ചെയ്യുന്നത്. പൈസക്ക് വേണ്ടിയിട്ടല്ല ഞങ്ങളിത് ചെയ്യുന്നത്. ഞങ്ങളിത് പാഷന്റെ പുറത്ത് മാത്രമാണ്. നിങ്ങളുടെ ഒരു രൂപ പോലും നമ്മൾ മേടിക്കത്തില്ല. ഈ വേവുകാരുടെ അടുത്ത് പോലും പറഞ്ഞ് ഇംപ്രസ് ചെയ്ത് അവരുടെ അടുത്തുനിന്ന് പോലും നമ്മുടെ കയ്യിൽ നിന്ന് പേയ്മെന്റ് മേടിക്കാതാണ് അവർ ഈ പരിപാടി സെറ്റ് ചെയ്തത്. സത്യം പറഞ്ഞ മീൻസ് എ ലോട്ട് ബ്രോ. താങ്ക് യു സോ മച്ച്. അപ്പൊ എനിക്ക് ഇവിടെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യം തന്നെ ഞാൻ ഇവരുടെ അടുത്ത് അഡ്മിൻസ് ആയിട്ടുള്ള എല്ലാവരുടെ ഞാൻ എൻ്റെ ഒരു ബിഗ് താങ്ക് യു. ഞാൻ വളരെ ലിമിറ്റഡ് ടൈമിൽ നിങ്ങളിത് സെറ്റ് ചെയ്ത് തന്നതിനും ഇത്രയും നന്നായിട്ട് ഓർഗനൈസ് ചെയ്ത് തന്നതിനും. രണ്ടാമത് ഞാൻ രായൻ്റെ അടുത്താണ്. രായൻ, ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണെങ്കിൽ ഗൈസ്, അവൻ ഉറങ്ങിയിട്ട് 2-3 ദിവസമായി. രായനാണ് ഇതിൻ്റെ ഒരു ബാക്ക് ബോൺ. അവൻ TV-യൊക്കെ അതോട് തിരിച്ചു വന്നതിന് ശേഷം നടത്തുന്ന ആദ്യത്തെ ഇവന്റ് ഇത്രയും കിടലമായിട്ട് നടത്തണമെന്ന് അവന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇത് നന്നായിട്ട് നടന്നു കിട്ടുക. അവൻ ശരിക്കും പറഞ്ഞാൽ അവൻ ടൂർണമെന്റ് കളിക്കാൻ പേര് രജിസ്റ്റർ ചെയ്ത ആളാ. ഞാൻ അവനെ ഇത് ഏൽപ്പിച്ചപ്പോഴാണ് അവൻ കളിക്കുന്നില്ല എന്ന് തീരുമാനിച്ച് ഇതിനകത്തോട്ട് വന്ന് ഇത് ഫുള്ള് ഓർഗനൈസ് ചെയ്ത് ഇതാക്കിയത്. ആൻഡ് രായന്റെ അടുത്ത് എനിക്ക് എത്ര താങ്ക് യു പറഞ്ഞാലും നടക്കത്തില്ല. രായ താങ്ക് യു സോ മച്ച്. ആൻഡ് അതുപോലെ തന്നെ ആദിത്യയുടെ അടുത്തും വലിയൊരു താങ്ക് യു. അവന് ഫുൾ ടൈം ഇവിടെ സ്പെക്കിലിരുന്നു. ആദിത്യ അത്രയും ടൈം നമ്മളിവിടെ സ്പെൻഡ് ചെയ്ത് ഫുൾ മാച്ചസും നന്നായിട്ട് സ്പെക്ക് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിച്ചത് അവനാണ്. അപ്പോൾ ആ ഒരു സാധനം കൂടി ഞാൻ എടുത്തു പറയുവാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലെ ഈ സ്പോൺസർഷിപ്പ് എമൗണ്ടിൽ ഓരോ രൂപ ഇട്ട ആൾക്കാരുടെ അടുത്തും എനിക്കൊരു വലിയ താങ്ക് യു ഉണ്ട്. ആൻഡ് അതുപോലെ നിയോ ടോക്കിയോ അവരുടെ അടുത്തും ഒരു ബിഗ് താങ്ക് യു. വോൾഫി ബ്രോ 2 വാക്ക് സംസാരിക്കണം. ബ്രോ ഏതായാലും ഈ ടീം വിൻ ചെയ്ത എല്ലാവർക്കും ഏതായാലും കൺഗ്രാറ്റ്സ്. അത് തന്നെ പറയണം. ഞാൻ ഓർത്തില്ല ഇത്രയും വലിയൊരു പരിപാടി ആവുന്ന പോലും നമ്മുടെ സൈഡിൽ നിന്നും പ്രതീക്ഷയില്ല. ഫസ്റ്റ് ഓഫ് ഓൾ അത് ഓപ്പൺ ആയിട്ട് തന്നെ പറയാം, ഇത്രയും വലിയ ഒരു പരിപാടി ആവും എന്നൊരു. എന്നാലും നമ്മുടെ സൈഡിൽ നിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്ത്. എന്തായാലും ബ്രോ ഏതായാലും ബിഗ് സപ്പോർട്ട് തന്നതിലും എല്ലാത്തിനും താങ്ക് യു. എല്ലാവർക്കും ഏതായാലും ഇതൊരു RPക്ക് അപ്പുറത്തെ ഒരു ഗെയിം എല്ലാരും ഉണ്ടെന്ന് ഇപ്പൊ ഈ ഒരു കുറച്ച് ദിവസത്തേക്കാണേലും എല്ലാരും ഒന്ന് മാറി നിന്ന് ഈ കളി കാണാനായിട്ട് ഇരുന്നു എല്ലാരും. അതെ നല്ല എനിക്ക് ഏതായാലും ഐ എം സോ ഹാപ്പി. ഏതായാലും രാവിലെ അജയ് വിളിക്കും ഈഗിളിനെ. എഴുന്നേക്കുമ്പോ ഈഗിൾ എഴുന്നേക്കുമ്പോഴേക്ക് അജയ് വിളിച്ചോളും. ഞാൻ പറയിട്ടുണ്ട്, ഞാൻ ഇത്ര ഏതായാലും എല്ലാ അപ്ഡേറ്റും കൊടുക്കുന്നുണ്ട്. ഏതായാലും എനിവേ താങ്ക് യു സോ മച്ച് എന്റെ സൈഡിൽ നിന്നും. രായനാണ് എല്ലാം. പിന്നെ രായനായിട്ട് കുറച്ച് നാളായുള്ളൂ, 1 വർഷം അടുപ്പിച്ചാകുന്നേ ഉള്ളൂ കൂട്ടു തുടങ്ങിയിട്ട്. എന്നാലും രായനും നല്ല സപ്പോർട്ടായിരുന്നു. എന്നുണ്ടെങ്കിലും രായനോട് പറഞ്ഞ സെറ്റാക്കി തരും, അത് ഒരു വിശ്വാസമുണ്ട് എപ്പോഴും. ഈ ബ്രോ അപ്പൊ എല്ലാവരും നടക്കട്ടെ, ഇനിയും പരിപാടികൾ നടക്കട്ടെ. ഇനി ഇതുപോലെ തന്നെ പരിപാടികളും ടൂർണമെന്റുകളും വരട്ടെ. അതേ എനിക്ക് പറയാനുള്ളൂ. അതേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. ആൻഡ് അഗൈൻ നമ്മുടെ കൂടെ ഈ ഒരു ടൂർണമെന്റ് ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി കൂടെ നിന്ന എക്സലാൻഡിസിലെ എല്ലാ അഡ്മിനുകൾക്കും ഞാൻ എൻ്റെ ഒരു താങ്ക് യു കൂടെ പറയുന്നു. എൻ്റെ സൈഡിൽ നിന്ന് എൻ്റെ സൗണ്ട് പോയി, മൊത്തത്തിൽ പോയിട്ടായിരുന്നു താങ്ക്സ്. പിന്നെ നമ്മുടെ അതായത് ഈ ഇതൊക്കെ കഴിഞ്ഞ പറഞ്ഞ പോസ്റ്റേഴ്സും കാര്യങ്ങളും ചെയ്ത അൻസിലിനും ഒരു ബിഗ് ഷൗട്ട് ഔട്ട്. അൻസിലാണ് ഇതിന്റെ പോസ്റ്റേഴ്സും നിങ്ങളുടെ അതിനകത്തോട്ടെല്ലാം ഈ പറയണതുപോലെ പെട്ടെന്ന് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം എത്തിച്ചത് അൻസിലാണ്. അൻസിലിനോട് ഒരു ബിഗ് താങ്ക് യു. ആൻഡ് കുറെ പേര് അല്ലാത്ത ഇതിനകത്ത് ബാക്ക് എൻഡിൽ ഇരുന്ന വേറെ കുറച്ച് പേരുണ്ട്. ഓരോരുത്തരെ പറയാനാണെങ്കിൽ കുറെ പേര് നമ്മൾ ഒരാളെ വിട്ടുപോയാൽ അവർക്ക് ചിലപ്പോൾ മനസ്സിലാവും, വിഷമാവും. സോ ഇത്രയായിരുന്നു ടൂർണമെന്റ്. താങ്ക് യു സോ മച്ച്. നിങ്ങളോടാണ് ഒരു ബിഗ് താങ്ക് യു പറയാനുള്ളത്. ചേർത്തിട്ട് വിളിക്കുന്നത് ഒന്ന് സംസാരിക്കൂ. സോ താങ്ക് യു സോ മച്ച് ഗൈസ്. എന്താ പറയണ്ടെന്ന് അറിയുന്നില്ല. അതല്ല ഞാൻ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദുലിക്ക് പറഞ്ഞ പോലെ തന്നെ ഒരാള് ഒരു ബഗ്ഗോ അങ്ങനെ ഒന്നും അബ്യൂസ് ചെയ്യേണ്ട കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. അത് നമ്മളെ കമ്മ്യൂണിറ്റീനെ ഭയങ്കര രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു വലിയൊരു കാര്യമാണ്. അത് പ്ലേയേഴ്സ് ചെയ്തത്. നമ്മുടെ മാനം ഒരു കളഞ്ഞില്ല, നമ്മുടെ മാനം ഒരു കാത്തു. ഇവേ ഒരുപാട് ഇപ്പം വേൾഡ് അറൗണ്ട് ഫുൾ ഇവര് ചെയ്യുന്നതാണ്. അപ്പൊ അതിനകത്ത് എടുത്തു പറഞ്ഞ അതാണ്, ഇവര് നടത്തുമ്പോ എല്ലാം ഈ പറഞ്ഞ ചീറ്റിങ്ങും ഹാക്കിങ്ങും പരിപാടിയൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു പരിപാടിയെ കിട്ടിയില്ല എന്നാണ് ഇവര് പറയുന്നത്. അത് ഭയങ്കര ഒരു ഓണറാണ് നമുക്കത് കമ്മ്യൂണിറ്റി. Arjun bro, thank you so much. Anna Ryan admin, congrats. We need more tournaments like this, more Valor finals like esports as WC.
ടഫ് ആയിരിക്കും, ബട്ട് ഹെൽപ്സ് അവർ കമ്മ്യൂണിറ്റി അലോട്ട്. പറയടാ. താങ്ക് യു സോ മച്ച് ബ്രോ. എനിക്ക് 50,000 രൂപ അയച്ചു തന്നു. പേര് പറയാൻ പറ്റില്ല, പക്ഷെ അണ്ണന് ഞാൻ മെസ്സേജ് അയച്ചു പറഞ്ഞുതരാം. ഇതാര് എന്താണ് ഇവിടെ സംഭവിക്കണേ? എനിക്കറിയൂടാ, പേര് പറയില്ലെന്ന് പറഞ്ഞ്. അത് ആരെന്നാണ് ഞാൻ മെസ്സേജ് അയച്ച് പറഞ്ഞുതരാം. മെസ്സേജ് എടാ അത് ശരിക്കും നീ ഡിസേർവ്ഡ് ആണ് രായ അതിന്. ഗൈസ് ഇനി ആരൊക്കെ എന്തൊക്കെ കൊടുത്താലും ഞാനൊരു കാര്യം പറയാം. ഈ ടൂർണമെന്റ് എനിക്ക് ഇവിടെ വരെ ഇങ്ങനെ ആക്കി തന്നതിന് എനിക്ക് രായന് ഞാനൊരു നല്ല ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും. എന്റെ സൈഡിൽ നിന്ന് രായന് ഒരു വലിയ ഗിഫ്റ്റ് ഉണ്ടാവും. അതൊരു വലിയ ഗിഫ്റ്റ് ആയിരിക്കും, ചെറിയ ഗിഫ്റ്റ് ആയിരിക്കില്ല, അതൊരു വലിയ ഗിഫ്റ്റ് ആയിരിക്കും. അപ്പൊ രായന് ഞാനത് ഉടനെ ഹാൻഡ് ഓവർ ചെയ്യും. അപ്പൊ രായ എടാ താങ്ക് യു സോ മച്ച്. അതുപോലെ അഡ്മിൻസ് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഗായ്സ് ഞാൻ ഇത്ര പറഞ്ഞോളൂ, ഞാൻ എന്തൊരു പരിപാടി ചെയ്യുമ്പോ ഞാൻ അതിന്റെ ഏറ്റവും ടോപ്പ് ലെവലിൽ ചെയ്യാനാണ് ഞാൻ നോക്കണത്. എപ്പോഴായിരുന്നാലും ഞാൻ അങ്ങനെ ചെയ്യണേ. അപ്പൊ ഞാൻ ഇതിന് ഇരുന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു റിസൾട്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇരുന്നിട്ടുള്ളത്. കാരണം ഞാൻ അത്രയും എഫേർട്ട് എടുത്തതാണ്. കറണ്ട് ഇല്ലെന്ന് പറയുമ്പോൾ ഞാനാണ് കൂടുതൽ വിഷമിക്കണം. കാരണം ഇതിന്റെ പിറകെ കിടന്ന് ഓടുന്ന ചില്ലറ കളികളല്ല. കാരണം അണ്ണൻ തന്ന ആ 2 ദിവസമാണ് നമുക്കിത് ഈ ആഴ്ച തന്നെ തരണം. അടുത്ത ആഴ്ച വേറെ പരിപാടിയും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ആ ഒരു കുറഞ്ഞ സമയത്തില് എന്നെ കൊണ്ട് പറ്റണ മാക്സിമം എല്ലായിടത്തും ഓടി നടന്ന് അത് എനിക്ക് ഈ ഒരു റിസൾട്ട് ഓഡിയൻസിന്റെ സൈഡിൽ നിന്ന്, അല്ലെങ്കിൽ ഇപ്പൊ അണ്ണ ഈ നിലഞ്ഞു നിൽക്കുന്നില്ല, അതാണ് എന്റെ റിസൾട്ട്. സത്യം പറഞ്ഞത് അതാണ് എനിക്ക് പ്രൗഡ് ഉള്ള കാര്യം. ഓപ്പൺ ആയിട്ട് പറയാം, അതിന്റെ പിറകിൽ ഞാൻ വേറെ ഒന്നും കണ്ടിട്ടില്ല. ഇതിന് വേണ്ടിയിട്ട് രാവും പകലിരുന്ന് ചെയ്തത് ഈ ഒരു പ്രൗഡ് മൂമെന്റിൽ നിൽക്കുന്നില്ല. അതാണ് ഏറ്റവും, ഞാൻ എന്ത് പരിപാടി ചെയ്താലും എനിക്ക് അതാണ് വേണ്ടത്. മനസ്സിലായി? ആ ഒരു പ്രൗഡ് എനിക്ക് ഇതിന്ന് കിട്ടിയിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്റെ. അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഗൈസ്. ഈ സപ്പോർട്ട് ചെയ്തതിന് ഞാൻ എല്ലായിടത്തും താങ്ക് യു പറയുന്നത്. ഈച്ച് ആൻഡ് എവരി വൺ ഇന്ന് ഇതിൽ പങ്കെടുക്കാൻ വന്നവർക്ക് നിങ്ങൾ ഈ കാണിക്കുന്ന ഈ സപ്പോർട്ട് എനിക്കൊന്നും പറയാനില്ല. താങ്ക് യു സോ മച്ച്. എന്താ പറയാ, ഈ ഒരു ടൂർണമെന്റ് ഞങ്ങള് കേരള ഗെയിമിംഗ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഞങ്ങള് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. നമ്മൾ ഇവിടെ കോൺട്രോവേഴ്സി മാത്രമല്ല മനസ്സിലായി കൊണ്ടുവരുന്നത്. എപ്പോഴും എല്ലാവരും ഒരു ടോക്ക് ഉണ്ട് കോൺട്രോവേഴ്സി കൊണ്ടുവരുന്നത്. ഗൈസ് ഇതേപോലെ കുറെ നല്ല കാര്യങ്ങൾ നമ്മൾ ഈ കമ്മ്യൂണിറ്റി വേണ്ടി ചെയ്യുന്നുണ്ട്. ഇത് അതിന്റെ ഒരു പാർട്ടാണ് ഈ ഒരു സാധനം. മാർക്ക് മൈ വേർഡ്സ്, ഇതിന്റെ ഒരു മാർക്കാണ് ഇത്. നമ്മളിവിടെ ഇനിയും ഇതേപോലത്തെ കുറെ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ഈ കമ്മ്യൂണിറ്റിയിൽ ചെയ്തു തന്നിരിക്കും. അത് ഈച്ച് ആൻഡ് എവറി ഈ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവർക്കും വേണ്ടി നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അത് നമ്മൾ ചെയ്യും. ഉറപ്പാണ്. ഉറപ്പായിട്ടും. എടാ അപ്പൊ ഞാൻ ലൈവ് നിർത്തിയിട്ടുണ്ട്. നമുക്ക് ഈ എമൗണ്ട് എല്ലാം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് അത് ഈക്വലി ഗൈസ്. അപ്പൊ ഞങ്ങൾക്ക് ബാക്ക് എൻഡിൽ കുറച്ച് പരിപാടികളുണ്ട്. അപ്പൊ ഞാൻ ലൈവ് എൻഡ് ചെയ്തിട്ട് വരാം. ഒരു മിനിറ്റ് ഇവരുടെ അടുത്ത് സംസാരിച്ചിട്ട് വരാം. അപ്പൊ ഗൈസ് അപ്പൊ താങ്ക് യു സോ മച്ച്. എങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ല. എല്ലാവരുടെ അടുത്തും ഒരുപാട് സന്തോഷം. ആൻഡ് ഇതിന്റെ ബാക്ക് എൻഡിൽ വേറെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. ഞാൻ ചിലപ്പോൾ ഒരു 2 ദിവസത്തേക്ക് ഉണ്ടാവില്ല ഗൈസ്. എൻ്റെ തൊണ്ടയെല്ലാം ഭയങ്കരമായിട്ട് പോയിരിക്കുക. ഞാൻ ചിലപ്പോൾ എൻ്റെ ഫാമിലിയുടെ കൂടെ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് പോകും. നാളെ ഒരു ദിവസം നമ്മൾ ഈ പറയണത് പോലെ ഒന്ന് പുറത്ത് ഒട്ടൊക്കെ ഒന്ന് ഇറങ്ങാൻ പോകാന്നൊക്കെ ഉള്ളൊരു പ്ലാനിലാണ്. ഞാൻ 2 ദിവസം റെസ്റ്റ് എടുത്തിട്ടേ വരത്തുള്ളൂ. പക്ഷെ തിരിച്ചു വരുമ്പം ഇൻബിറ്റ്വീൻ ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാം. ഇൻബിറ്റ്വീൻ ഇതിന്റെ ഇടയ്ക്ക് രായൻ RPയിൽ ഒരു സ്ക്രിപ്റ്റും കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു നല്ലൊരു RPക്കുള്ള വൈമാപ്പ് കൂടെ അവൻ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ തിരിച്ചു വരുമ്പോൾ അതുകൂടെ ചെയ്യും. അപ്പോൾ ഈ 2 ദിവസം ഞാൻ ഗ്യാപ്പ് എടുക്കുന്നതിനകത്ത് ഷോട്ടെക്സിന്റെ വീഡിയോ കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് മാക്സിമം ഞാനത് കൊണ്ടുവരും. അപ്പം വന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. ടൂർണമെന്റ് ഫീഡ്ബാക്സ് ഒക്കെ നമ്മളെ അറിയിക്കണം. അതാണ് ഞങ്ങളുടെ മുന്നോട്ടുള്ള ഒരു